തുടരുമെന്ന ചിത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം നേടാൻ പോകുന്ന സിനിമയും പ്രേക്ഷകർ ആകാംക്ഷയോടെ പല റെക്കോർഡുകളും മറികടക്കുമെന്ന് കരുതുന്ന സിനിമയും മോഹൻലാലിൻ്റെതായി വരാനുള്ളത് ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഗംഭീര ന്യൂസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയതും. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ മലയാളവും ബോളിവുഡും ഒരു കൊമ്പ് കോർക്കലിന് പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് നടക്കാൻ പോകുന്നതും. മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ ദൃശ്യം 3. ഹിന്ദിയും തെലുങ്കും കൊറിയൻ ചൈനീസ് ഭാഷകളിലും ഉൾപ്പെടെ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഫ്രാഞ്ചൈസിയിലെ മൂന്നാം ചിത്രം എന്ന് ആരംഭിക്കുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ. ദൃശ്യം 3യുടെ മലയാള പതിപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ മറ്റ് അപ്ഡേഷനുകൾ ഒന്നും വന്നിട്ടില്ലെങ്കിലും ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പ് സംബന്ധിച്ച പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുമ്പോൾ പുതിയ ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. അജയ് ദേവ്ഗൺ നായകനാകുന്ന സിനിമയുണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക കത്താണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി പങ്കിട്ട ഔദ്യോഗിക കത്തിൽ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗം സംവിധാനം ചെയ്ത അഭിഷേക് പഥക് മൂന്നാം ഭാഗത്തിലും തിരിച്ചെത്തും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതുകൂടാതെ ദൃശ്യം 3 നിർമ്മിക്കുന്നതിനായി ഡിജിറ്റൽ 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒരു നിർമ്മാണ കരാറിൽ ഒപ്പുവെക്കുന്നതിനെ കുറിച്ചും കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ കത്ത് അജയ് ദേവ്ഗണിന്റെ ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ഉണ്ടായി. റൈഡ് 2 എന്ന ചിത്രം അജയ് ദേവ്ഗണിന്റേതായി അടുത്തിടെ ഇറങ്ങിയിരുന്നു. ഗംഭീര അഭിപ്രായമാണ് ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്തായാലും ദൃശ്യം 3 എന്നത് കൊണ്ടുവരാൻ അജയ് ദേവ്ഗണും മുൻകൈയെടുത്ത് ഇറങ്ങാൻ പോകുന്നു എന്ന കാര്യങ്ങൾ വരികയാണ്. അപ്പോഴാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധ നേടിയതും. എന്തായാലും ഈ കാര്യങ്ങൾ ചൂടുപിടിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം മലയാളവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ഈ ചിത്രം സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൊമ്പ് കോർക്കൽ സോഷ്യൽ മീഡിയയിൽ ആരാധകർ തമ്മിൽ നടക്കുന്നുണ്ട്. അജയ് ദേവ്ഗണിന്റെ ദൃശ്യം എന്ന ചിത്രം മോഹൻലാൽ ദൃശ്യത്തെക്കാളും ബെറ്റർ ആണെന്ന് പറയുന്നവർ ഒന്നെങ്കിൽ സിനിമയെക്കുറിച്ച് സീറോ നോളജ് ഉള്ളവരാണെന്നും ഒറിജിനൽ മലയാള സിനിമ കാണാത്തവരാണെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് പലരും. ഹിന്ദി പ്രേക്ഷകർ തന്നെ മലയാളം വെർഷൻ കണ്ടിട്ടുള്ളവർ ഈ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നതും കൗതുകമാണ്. ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണം ഈ വർഷം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് നേരത്തെ പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്തിരുന്നു. അജയ് ദേവ്ഗൺ ഇപ്പോൾ ദേ ദേ പ്യാർ ദേ 2, ധമാൽ 4, റേഞ്ചർ എന്നീ സിനിമകളുടെ പണിപ്പുരയിലാണ്. ഈ സിനിമകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ദൃശ്യം 3 ആരംഭിക്കുക എന്നായിരുന്നു റിപ്പോർട്ട്. 2015 ദൃശ്യം ഹിന്ദി റീമേക്ക് റിലീസ് ചെയ്തത്. ആഗോളതലത്തിൽ 150 കോടിയോളം രൂപ സിനിമ നേടിയത്. നിശാന്ത് കമ്മത്തായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. 2022 ദൃശ്യം 2 ഹിന്ദി റീമേക്ക് റിലീസ് ചെയ്തത്. സിനിമയുടെ മലയാള പതിപ്പ് ആമസോൺ പ്രൈമിലൂടെ OTT സ്ട്രീം ചെയ്യുകയായിരുന്നുവെങ്കിലും ഹിന്ദി പതിപ്പ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് 300 കോടിയിലധികം രൂപ നേടി. നിശാന്ത് കമ്മത്തിന്റെ വിയോഗത്തിന് പിന്നാലെ അഭിഷേക് പഥക് ചിത്രത്തിന്റെ സംവിധായകൻ ആവുകയായിരുന്നു. അജയ് ദേവ്ഗണിന് പുറമെ തബു, ശ്രേയ ശരൺ തുടങ്ങിയവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇപ്പോൾ മലയാളവുമായി യാതൊരു ബന്ധവുമില്ലാതെ ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ അവർ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ സൃഷ്ടാക്കളായ മോഹൻലാലും ജിത്തു ജോസഫും ദൃശ്യം 3 മറ്റു ഭാഷാ ഡബ്ബിങ്ങുകൾക്കൊപ്പം മലയാളത്തിൽ മാത്രം നിർമ്മിക്കാൻ ധീരമായ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നതാണ്. അവർ ഹിന്ദിക്ക് കൊടുത്തിട്ടില്ല എന്ന കാര്യങ്ങൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദി സെപ്പറേറ്റ് ആയിട്ട് ഒരു ചിത്രം ഒരുക്കാൻ പോകുന്നത്. അപ്പോൾ ഹിന്ദിയും മലയാളവും സെപ്പറേറ്റ് കഥകളാകാനുള്ള സാധ്യത വർദ്ധിച്ചു കഴിഞ്ഞു. ഇതിനർത്ഥം ദൃശ്യം 3 ഒരു ദ്വിഭാഷാ ചിത്രമാകില്ല എന്നാണ്. കാരണം മോഹൻലാലിന് ഇതൊരു മലയാള ചിത്രമായി ലോകമെമ്പാടും ഒന്നിലധികം ഭാഷകളിൽ വിപണനം ചെയ്യാൻ കഴിയും എന്നതും. മോഹൻലാലിന്റെ മലയാളം ദൃശ്യം എന്ന് പറയുന്നത് ഹിന്ദി ഒഴികെ മറ്റെല്ലാ ഭാഷകളിലും ഇറക്കാനുള്ള പദ്ധതിയിലാണ് ഒരുങ്ങുന്നത്. നേരത്തെ തന്നെ ഒരു പാൻ ഇന്ത്യൻ ദൃശ്യം 3യെ കുറിച്ചുള്ള സംസാരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ അജയ് ദേവ്ഗണിന്റെ ഹിന്ദി വെർഷൻ മാത്രമായിരിക്കാം വരാൻ പോകുന്നത്. കാരണം ഒറിജിനൽ വെർഷനും അതിന്റെ റൈറ്റ്സും എല്ലാം മലയാളത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹിന്ദി വെർഷനെ മറ്റെവിടെയും കൊണ്ടുപോകാനുള്ള സാധ്യത കുറവായിരിക്കും. ഇങ്ങനെ ചില ക്ലോസ് ഈ ചിത്രത്തിൽ ഉണ്ട് എന്നതും ദൃശ്യം 3യെ ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ മലയാളം ഒരുങ്ങുന്നു എന്നതും ഒക്കെ ഇതിലൂടെ കാണേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. മലയാള സിനിമയുടെ മാർക്കറ്റ് വളർന്നു എന്നത് തുടരും എമ്പുരാനൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയും വലിയ വലിയ ഡിസിഷനുകൾ എടുക്കേണ്ട സമയമായി. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇതിലൂടെയൊക്കെ നടത്തുന്നത് എന്ന് വേണം കാണാനും.